Welcome back, dear friends. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൈറ്റ് സെറ്റുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ തിയറമാണ്. സ്റ്റേറ്റ്മെന്റ്: Suppose that capital S and capital T are sets and that T subset of S. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പ്രൂവ് ചെയ്യാനുണ്ട്. ആദ്യത്തെ, if capital S is a finite set, then T is a finite set. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, if capital T is an infinite set, then S is an infinite set. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. എന്തെല്ലാമാണ് നമ്മുടെ കയ്യിലുള്ള അസംഷൻസ്? നമ്മുടെ കയ്യിൽ മെയിൻ സെറ്റായിട്ട് ക്യാപിറ്റൽ എസും എസിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് ടിയും ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു എസ് ഫൈനൈറ്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആകെ ടി ഈസ് എ ഫൈനൈറ്റ് സെറ്റ് എന്ന് മാത്രമാണ്. എസ് എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് ടി എങ്കിൽ ടിക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. അതിലൊന്ന് ടി ഈക്വൽ ടു 5 എന്നുള്ളതും മറ്റൊന്ന് ടി ഈസ് നോൺ എംപ്റ്റി എന്നുള്ളതുമാണ്. ആദ്യത്തെ കേസ് നമുക്ക് പരിഗണിക്കാം. ടി ഈസ് ഈക്വൽ ടു 5, അതായത് ടി ഒരു എംപ്റ്റി സെറ്റാണ്. നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട് empty set finite ആണ്. So that means which is obvious that your T is a finite set. അതായത് T എന്ന് പറയുന്ന സെറ്റ് empty സെറ്റ് ആണെങ്കിൽ നിങ്ങൾ T is finite എന്ന് അതിന്റെ ഡെഫിനിഷൻ പ്രകാരം കിട്ടിക്കഴിഞ്ഞു. അതിനാൽ നമുക്ക് രണ്ടാമത്തെ കേസിലാണ് പ്രൂഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. എന്താണ് രണ്ടാമത്തെ കേസ്? T be a non-empty subset of your finite set capital S. This is the second case. നമുക്ക് T എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ക്യാപിറ്റൽ എസിലാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ടി എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണെന്നാണ്. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ക്യാപിറ്റൽ എസ് ആണ്. അതായത് മെയിൻ സെറ്റിലെ എലമെന്റ്സിന്റെ നമ്പറിലാണ് നിങ്ങൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ആദ്യം n is equal to 1 എന്ന് പറയുന്ന റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. k എന്ന് പറയുന്ന n is equal to k നിങ്ങൾ അസ്യൂം ചെയ്യും. n is equal to k plus 1 വീണ്ടും നിങ്ങൾ ട്രൂ ആണെന്ന് തെളിയിക്കും. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ആ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയായിരിക്കും. ഇവിടെ അതിനുവേണ്ടി നമ്മൾ n is equal to 1 എന്ന് എടുക്കുന്നു. എന്താണ് n? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ക്യാപിറ്റൽ എസ് ആണ്. എന്താണ് പി ഓഫ് n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്? n എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റും ഫൈനൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പി ഓഫ് n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇവിടെ n is equal to 1 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ കാണുന്നു: 1 എലമെന്റ് ഉള്ള ഒരു സെറ്റിന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റും ഫൈനൈറ്റ് ആയിരിക്കും. ആ റിസൾട്ട് ട്രൂ ആണ്. കാരണം 1 എലമെന്റ് ഉള്ള ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഒരു സിംഗിൾട്ടൺ സെറ്റിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ the only possibility that is the same set. കാരണം ഒരു സിംഗിൾട്ടൺ സെറ്റിന് ആകെ രണ്ട് സബ്സെറ്റുകളേ ഉള്ളൂ. അതിലൊന്ന് 5ഉം ഒന്ന് അതേ സെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 1 എലമെന്റ് ഉള്ള എസ് എന്ന് പറയുന്ന സെറ്റിനെ നോൺ എംപ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ടി എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് എസ് തന്നെയായിരിക്കും. നമുക്കറിയാം 1 എലമെന്റ് ഉള്ള എസ് എന്ന് പറയുന്ന സെറ്റ് നമുക്ക് അസംഷൻ പ്രകാരം ഫൈനൈറ്റ് ആണ്. എങ്കിൽ എസിനോട് ഈക്വൽ ആയിട്ടുള്ള ടി എന്ന് പറയുന്ന സെറ്റും ഫൈനൈറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് your result is true for n is equal to 1.
അടുത്തത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമ്മൾ n is equal to k എന്ന് പറയുന്ന റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ n is equal to k. എന്തായിരിക്കും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്? n is equal to k എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യുവർ സെറ്റ് ക്യാപിറ്റൽ S is k. സ്റ്റേറ്റ്മെന്റ് ഇതായിട്ട് മാറുന്നു: k എലമെന്റ് ഉള്ള ഒരു സെറ്റിന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റും ഫൈനൈറ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. എവരി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് k elements ഈസ് ഫൈനൈറ്റ്. ദിസ് ഈസ് അവർ assumption for n is equal to k. We have to prove that the result is true for n is equal to k plus 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ എടുക്കുന്ന കേസിൽ S എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇപ്പോൾ k+1 എലമെന്റ്സ് ആണ് ഉള്ളത്. എസിനകത്ത് ഇപ്പോൾ k+1 എലമെന്റ്സ് ആണ് ഉള്ളത്. And we have our T is the one of the non-empty subset of your S. S എന്ന് പറയുന്ന സെറ്റിനകത്ത് k+1 എലമെന്റ്സ് ആണെങ്കിൽ by the definition of finite set we have to find a bijection f from nk+1 onto capital S. nk+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ k+1 ഇന്റീജേഴ്സിന്റെ കളക്ഷൻ ആണ്. ആദ്യത്തെ k+1 നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് nk+1ൽ നിന്ന് s-ലേക്ക്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ എടുത്തിരിക്കുന്ന k+1 എലമെന്റ്സ് ഉള്ള S എന്ന് പറയുന്ന സെറ്റിന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിട്ടുള്ള ടിയും ഫൈനൈറ്റ് ആയിരിക്കും എന്നാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് കേസുകളായി പ്രൂഫിനെ തിരിക്കുന്നു. അതിൽ നമ്മൾ ചിന്തിക്കുന്നത് f എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്ഷൻ ആണെങ്കിൽ f എന്ന് പറയുന്ന ഫംഗ്ഷനെ nk+1ൽ നിന്ന് S-ലേക്ക് 1 കറസ്പോണ്ടൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ f of k+1 എന്ന് പറയുന്ന ഒരു എലമെന്റ് നിങ്ങളുടെ ക്യാപിറ്റൽ എസിൽ ഉണ്ടായിരിക്കും. f of k+1 എന്ന് പറയുന്ന എലമെന്റ് ക്യാപിറ്റൽ എസിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്യാപിറ്റൽ ടിയിൽ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അത് ക്യാപിറ്റൽ ടിയിൽ ഇല്ലാതിരിക്കാം. ഇതാണ് നമ്മുടെ രണ്ട് കേസുകൾ. ആദ്യത്തെ കേസ് f of k+1 എന്ന് പറയുന്ന എലമെന്റ് ക്യാപിറ്റൽ ടിയിൽ ഇല്ല എന്നും, രണ്ടാമത്തെ കേസ് f of k+1 എന്ന് പറയുന്ന എലമെന്റ് ക്യാപിറ്റൽ ടിയിൽ ഉണ്ട് എന്നും. ആദ്യത്തെ കേസ് പരിഗണിക്കുന്നു. f of k+1 not belongs to capital T. ഇവിടെ S എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് ക്യാപിറ്റൽ T. f of k+1 S-നകത്തുണ്ട്, പക്ഷേ f of k+1 T-നകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പുതിയൊരു സെറ്റ് S1 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നു. S1 എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് S1 is equal to S minus singleton f of k+1 എന്നാണ്. അതായത് S എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് f of k+1 എന്ന് പറയുന്ന എലമെന്റ് റിമൂവ് ചെയ്ത ഒരു സെറ്റാണ് S1. നമുക്കറിയാം f of k+1 T-നകത്തില്ല. S1-നകത്ത് f of k+1 ഒഴികെയുള്ള എല്ലാ S-ലെ എലമെന്റ്സും ഉണ്ട് താനും. എന്ന് വെച്ചാൽ നിങ്ങളുടെ T ഇപ്പോൾ S1 എന്ന് പറയുന്ന പുതിയ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. S1-നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? നിങ്ങൾ തൊട്ടു മുൻപ് പഠിച്ച തിയറത്തിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരു സെറ്റിനകത്ത് m എലമെന്റ്സും ഒരു സെറ്റിനകത്ത് 1 എലമെന്റും ആണെങ്കിൽ ആദ്യത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റിനകത്ത് m-1 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇവിടെ S-നകത്ത് k+1 എലമെന്റ്സും മൈനസ് ചെയ്യുന്ന സെറ്റിനകത്ത് ഒരു എലമെന്റും, അതായത് സിംഗിൾട്ടൺ f of k+1 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പുതിയ സെറ്റ് ആയിട്ടുള്ള S1-നകത്ത് k+1 - 1, അതായത് k എലമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിലവിൽ k എലമെന്റ് ഉള്ള
k എലമെന്റ്സ് ഉള്ള S1 എന്ന് പറയുന്ന സെറ്റിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് T. നമുക്കറിയാം, നമ്മുടെ അസംഷനിൽ പറയുന്നു every non-empty subset of a set with k element is finite. Then by that assumption we say that our T is here finite. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് f of k plus 1 Tയിലുണ്ട് എന്നാണ്. f of k plus 1 Tയിലുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു സെറ്റ് ഉണ്ടാക്കുന്നു T1 എന്ന് പറയുന്ന പേരിൽ. T1 is equal to T minus set f of k plus 1. അതായത് Tനകത്ത് നിന്ന് f of k plus 1 എന്ന് പറയുന്ന എലമെന്റ് റിമൂവ് ചെയ്ത് ഉണ്ടാക്കുന്ന പുതിയ സെറ്റാണ് T1. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, S1 S എന്ന് പറയുന്ന മെയിൻ സെറ്റിനകത്ത് T ഉണ്ട്. S1 എന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ സെറ്റിനകത്ത് Sലെ f of k plus 1 ഒഴികെയുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന T1 എന്ന് പറയുന്ന സെറ്റിനകത്ത് f of k plus 1 എന്ന് പറയുന്ന എലമെന്റ് ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ T1 നിങ്ങളുടെ S1ന്റെ സബ്സെറ്റ് ആയിരിക്കും. T1 is subset of S1. T1 S1ന്റെ സബ്സെറ്റ് ആണ്. S1നകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? k എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ S1 എന്ന് പറയുന്ന k എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് നിങ്ങളുടെ T1. ആയതിനാൽ by the assumption your T1 is finite. Assumption നമ്മൾ പറയുന്നത് every non empty subset of a set with k element is finite. Here we have S1 is k element and T1 is the subset of S1. Therefore T1 is finite. T എന്ന് പറയുന്ന സെറ്റ് T1ന്റെയും സിംഗിൾട്ടൺ f of k plus 1ന്റെയും യൂണിയൻ ആണ്. കാരണം T1 is equal to T minus singleton f of k plus 1 ആണ്. ഇപ്പോൾ നോക്കുക, ഇവിടെ T is equal to എഴുതിയിരിക്കുന്നത് T1 യൂണിയൻ a singleton set. ഈ പറഞ്ഞിരിക്കുന്ന T1 ഉം സിംഗിൾട്ടൺ സെറ്റും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ തിയറത്തിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്, a set with capital A is a set with m elements and capital B is a set with n elements. A and B are disjoint, then A union B contains m plus n elements. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ T1 എന്ന് പറയുന്നത് എയുടെ സ്ഥലത്തും സിംഗിൾട്ടൺ f of k1 എന്ന് പറയുന്നത് ബിയുടെ സ്ഥലത്തും കരുതുകയാണെങ്കിൽ T1ലുള്ള എലമെന്റുകൾ പ്ലസ് 1 ആയിരിക്കും ക്യാപിറ്റൽ ടിയിലുള്ള എലമെന്റുകളുടെ എണ്ണം. നമുക്കിവിടെ അറിയാം T1 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. ഒരു ഫൈനൈറ്റ് നമ്പറിന്റെ കൂടെ 1 ബി എന്ന് പറയുന്ന സെറ്റിന് സ്ഥലത്ത് ഇവിടെയുള്ളത് ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. എന്ന് വെച്ചാൽ 1 എലമെന്റുള്ള സെറ്റ് ആണ്. അപ്പോൾ T1 എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റിന്റെ കൂടെ 1 എലമെന്റ് ഉള്ള ഒരു സെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എ ഫൈനൈറ്റ് നമ്പർ പ്ലസ് 1 എന്ന് പറയുന്ന അഗെയിൻ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് യുവർ T ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ കേസിലും T എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. അതായത് നിങ്ങൾക്ക് 2 സാധ്യതകളാണ് ഉള്ളത്. 2 കേസിലും നിങ്ങൾക്ക് T ഫൈനൈറ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ k+1 എലമെന്റ്സ് ഉള്ള S എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റിന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റും ഫൈനൈറ്റ് ആയിരിക്കുമെന്ന് ചുരുക്കം. ദാറ്റ് മീൻസ് യുവർ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n is equal to k+1. Then by the principle of mathematical induction, your result is true for all natural numbers.
ദാറ്റ് മീൻസ് എസ് എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ, എത്ര എലമെൻ്റ് ഉള്ള ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിലും അതിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഫൈനൈറ്റ് ആയിരിക്കുമെന്ന് ചുരുക്കം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ തിയറത്തിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇഫ് ടി ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് ദെൻ എസ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇത് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ കോൺട്രാപോസിറ്റീവ് എന്നുള്ള ഐഡിയ ഉപയോഗിച്ചാണ്. ഇത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഇതിലെ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. എസ് ഈസ് ആൻ ഫൈനൈറ്റ് സെറ്റ് ദെൻ ടി ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. അതായത് എസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളത് നിങ്ങളുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പി ആയിട്ടും ടി ഈസ് എ ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളത് നിങ്ങളുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ക്യൂ ആയിട്ടും കരുതുകയാണെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കം പി ഇംപ്ലൈസ് ക്യൂ എന്നായിരിക്കും. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്നായിരിക്കും. വാട്ട് ഈസ് നെഗേഷൻ ക്യൂ? നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ടി ഈസ് നോട്ട് എ ഫൈനൈറ്റ് സെറ്റ്. That means T is infinite. Implies what is negation P? S is not a finite set. That is S is infinite. So by this idea we get if T is infinite then S is infinite. അതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. Okay, thank you.